കേരളം വിധിയെഴുതാൻ ഇനി 5 നാൾ മാത്രം. പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ 3 ദിവസം കൂടിയാണുള്ളത്. വോട്ടെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കേരളത്തിലെ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കളും കളത്തിലുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരം കടുക്കുകയാണ്. പരമാവധി വോട്ട് പെട്ടിയിലാക്കാൻ ദേശീയ നേതാക്കളടക്കമാണ് തിരുവനന്തപുരത്തും മറ്റു ജില്ലകളിലും എത്തുന്നത്. വടകരയെപ്പോലെ തന്നെ തൃശൂരും അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ പൂരത്തിലെ പ്രശ്നങ്ങളാണ് ചർച്ചയാകുന്നത്. പൂരത്തിന്റെ മണ്ണായ തൃശൂർ തെരഞ്ഞെടുപ്പ് ചർച്ചകളും പൂരം കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. അവസാന നിമിഷത്തെ നിയന്ത്രണങ്ങൾ പൂരപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. പൂരപ്രേമികളെ നിരാശരാക്കി പകൽ വെടിക്കെട്ട് നടത്തേണ്ടി വന്നു. വെടിക്കെട്ട് തടസ്സപ്പെട്ട് പകലിലേക്ക് നീണ്ടതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് UDF-ന്റെയും NDA-യുടെയും ആവശ്യം. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇടപെടൽ സംബന്ധിച്ച് സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷിക്കണമെന്നാണ് LDF-ന്റെ ആവശ്യം. വടകരയിലും തുടക്കം മുതൽ അവസാന ദിവസങ്ങളിലും ചൂടേറിയ പ്രചരണമാണ് നടക്കുന്നത്. ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണവും തുടരെ അതിലുണ്ടായ കേസുകളുമാണ് ഏറ്റവും ഒടുവിലായി ചർച്ചയായത്. ഷാഫിയുടെ അറിവോടെയാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് ഇടതുമുന്നണി ഇന്നലെ കളം മാറ്റി. അതേസമയം മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചെന്ന് താൻ അവകാശപ്പെട്ടിട്ടില്ലെന്നും പോസ്റ്ററുകൾ പ്രചരിച്ചുമെന്നുമാണ് പറഞ്ഞതെന്നും KK ശൈലജ വ്യക്തമാക്കി. ഇപ്പോൾ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ സജീവമാണ്. അവസാനഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.